Hey guys, welcome back. Reaction Bros. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് റെട്രോയുടെ ട്രെയിലറാണ്. നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെട്രോയുടെ ടീസർ ആയിരുന്നു. അപ്പൊ നമുക്ക് ട്രെയിലർ അത് ചെയ്തെങ്കിൽ നമ്മൾ ഇത് ചെയ്യാതിരിക്കരുത്. ചെയ്യുന്നത് മോശമാണ്. ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ അതാണ്. നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ നമ്മൾ അതായിരുന്നു ഇട്ടിരുന്നത്. സൂര്യയുടെ ഫാൻസ് എല്ലാം കേറി കന്നി വീഡിയോ ആയിരുന്നു. അപ്പം ട്രെയിലർ ഇറങ്ങിയ ട്രെയിലർ ഇറങ്ങിയത് എന്താടാ 20 മണിക്കൂർ ആവുന്നേ ഉള്ളൂ. 20 hours ഒരു ദിവസം പോലും ഇന്നലെ ട്രെയിലർ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ സൂര്യണ്ണന്റെ മസ്മരിക പ്രകടനമായി. അതെ, പൂജ ഹെഡ്ജ് ഉണ്ട്, സൂര്യ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. വെൽക്കം 10 നിമിഷത്തില് മാൻകറി ബിരിയാണി റെഡി. അതുവരെയൊക്കെ ഒരു ഷോ ഓട്ടിയാ ഷോട്ടില്ല മോളെ. போர் கொடுக்கிற போதை இருக்கு. சண்டை திடீர்னு பீஸ் டெமோக்ரஸி எல்லாத்தையும் விட்டுட்டு வீட்டுல உட்காந்துட்டு தின்னுட்டு தூங்கிட்டே இருங்கண்ணா. தெரிஞ்சிட்டேன், எதுவுமே சரியாவில்லை. அடிதடி கட்ட பஞ்சாயத்து ரத்த கலரி ரவுடித்தனம் எல்லாத்தையும் இந்த நொடியோட விடுதேன். நான் இடப்பட்ட எங்க வாழ்க்கை அவளை கிட்டத்தட்ட ஒரு புத்தராகும், எனக்கு கிட்டத்தட்ட ஒரு அரக்கனாகும் மாத்திருச்சு. இந்த அடிதடி ரத்தம் எதுவும் என்ன விட்டு போகாது. எப்போ வருவோம்? சிறப்பான தரமான சம்பவம் இனி பாப்பீங்கடா. மனுஷன் எல்லாரும் பரிசையும் பிடிச்சிட்டான். இன்னும் என்ன ஆட்டம் ஆட போறானோ. நாளை இவனே கைகுட்டி உண்மையான போர் வரணும்னு தான் காத்திருக்கோம். போய் சீக்கிரம் வர சொல்லு அந்த ஒருத்தன். அன்பும் அவனே മെയ് ഫസ്റ്റ് നല്ല കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെ, മറ്റേ ബീറ്റിനനുസരിച്ചുള്ള ഫൈറ്റ് ഉണ്ടല്ലോ, സെറ്റ് ചെയ്യുന്നത് നല്ല രസമുണ്ടായിരുന്നു സത്യം. ഒരു ഓണം കിട്ടുന്നുണ്ട് ട്രെയിലർ മൊത്തത്തിൽ അങ്ങനെ തന്നെ. കാർത്തിക് സുബ്രാജിന്റെ അല്ലേ? കാർത്തിക് സുബ്രാജ് നല്ല രസമുണ്ട്. ട്രെയിലർ ഒരു വൈബ് ഉണ്ട്, നല്ലൊരു വൈബ്, ഒരു വെറൈറ്റി ആയിട്ടുണ്ടല്ലേ. കട്ട എവിടൊക്കെ കട്ടെന്ന് പറയാൻ വയ്യ. പട്ടാണ് കട്ട്. ബീറ്റിനനുസരിച്ച് എല്ലാ ആക്ഷൻ വിഷയം കൊടുത്തിട്ടുണ്ട്, നല്ല രസമുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മളെ ജയറാം ഉണ്ട്. ജയറാം എനിക്കൊന്ന് കോമഡി ആയിരിക്കും. കോമഡി അത് പുള്ളി ഇപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്തിറങ്ങി പുള്ളി പരിപാടിയാ. ടോളിവുഡിലൊരു മികച്ച ട്രെയിലർ തന്നെ പറയാം. കാരണം പക്ക വെറൈറ്റി പക്ക ഞാൻ തമിഴ് കണ്ട പക്ക വെറൈറ്റി സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഒരു റിപ്പീറ്റ് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് നൈസായിട്ട്. പക്ഷെ അതിനുള്ള ഷോർട്സും കാര്യങ്ങളൊക്കെ പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. ആ സ്വാഗുണ്ട്. മറ്റേ സൂര്യ വരുന്നതിൽ ഇങ്ങനെ ഫ്രെയിമിലോട്ട് നല്ല സ്വാഗൊക്കെ പക്ക നൈസായിട്ട് ചെയ്തേക്കുന്നത്. ക്ലാസിക് പഴയതും നല്ല ക്യാരക്ടർ ചേഞ്ച് ഉണ്ട്. ഹെയർ ചേഞ്ച് ആയാലും കഥ ഒരു ഇമോഷണലി കണക്ട് ആയ തിയേറ്റർ സൂപ്പർ. ഹെയർ കട്ടിങ് കാര്യങ്ങളൊക്കെ പക്ക. സിനിമ റിലീസ് വരുന്നത് കങ്കുവയുടെ ക്ഷീണം നമുക്ക് വിചാരിക്കും. നമ്മുടെ ജോജി ജോർജ് ഒക്കെ ഉണ്ട്, നല്ല റോളാന്ന് തോന്നുന്നു. പിന്നെ ജോജി ജോർജ്, ജയറാം എന്നിവരാണ് മലയാളത്തിൽ കസിക്ക് വന്നേക്കുന്നത്. ജയറാം എന്താണെന്ന് വെച്ചാൽ ജയറാം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതല്ല. ജയറാമിനൊക്കെ നല്ല റോള് ചെയ്യേണ്ടതാണ്. ഇങ്ങനെയൊക്കെ ഒരു
കൊള്ളാം, പക്ഷെ എന്നാലും ഒരു സത്യം നമുക്ക് നല്ലോണം അഭിനയിക്കാൻ മലയാളത്തിൽ നല്ലോണം യൂസ് ചെയ്തിട്ടുള്ളതാണ് ജയറാം. പക്ഷെ തമിഴിലേക്ക് ചെല്ലുമ്പോഴും ബാക്കി തെലുങ്ക് സിനിമ എടുത്തു വെക്കാലും ജയറാമിനെയൊക്കെ ഇങ്ങനെയൊക്കെ കുറച്ച് ഒരു ഉപയോഗിക്കുന്നില്ല, യൂസ് ചെയ്യുന്നില്ല ബാക്കി ഇങ്ങോട്ടൊക്കെ പോകും. പക്ഷെ ബെറ്റർ ആയിരിക്കും, നമുക്ക് സിനിമ അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്കിത് മെയ് 1 തിയേറ്ററിൽ പോയി കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റായി രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്നുകൂടെ വളർന്നു വരാൻ നോക്കും. വീഡിയോ വരാൻ ഇത്തിരി ലാഗ് ആവുന്നുണ്ട്. എല്ലാ വീഡിയോ നമ്മുടെ ഷോർട്സ് നിങ്ങൾ കാണുക, ഞങ്ങൾ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതെ, അപ്പൊ ഗായ്സ് ബൈ ബൈ.